Guys, graduation series is started here. Varettiya. Thank you. Hello guys. Hello, what's up? Guys, നമ്മുടെ ഗ്രാജുവേഷൻ്റെ സീരീസ് ഇവിടെ തീരല്ല ഒരു പാർട്ട് 1 2 ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇവിടെ തുടങ്ങാം. ഞാൻ ഇപ്പോഴത് ജയനഗർ ക്യാൻറ്റീനിൽ നിന്നിട്ട് എന്താ പറയുക ഷോപ്പിലാണ്. അപ്പം ഗൈസ് അപ്പം നാളെ നമ്മളെ ഗ്രാജുവേഷൻ. അപ്പോൾ അതിന് നാളത്തേക്ക് വേണ്ടി സൂട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ജയനഗറിലെ ക്യാൻറ്റീൻ മേലിൽ വന്നിട്ടായില്ലേ. അപ്പോൾ ഫസ്റ്റ് ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. ഫസ്റ്റ് വന്ന് എടുത്ത് അന്നേരം നോക്കിയിട്ടൊന്നും സെറ്റായില്ല. രണ്ടാമത് വന്നേരം സാധനമില്ല. ഇപ്പോൾ മൂന്നാമത് വന്നിട്ടില്ലേ. അപ്പം ഞാനും നവീൻ്റെ ഉള്ളിൽ നോക്കിയിട്ടുണ്ട്. പിന്നെ അമറും അബിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്താക്കാം നമുക്ക് ഉള്ളിൽ പോയി നോക്കാം പറ്റിയതില്ലേ. എന്നിട്ട് നോക്കിയിട്ട് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് ഫുള്ള് റഷ് ഡേയ്സാണ്. മെല്ലെ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഉള്ളിൽ പോട്ടെ. ഓക്കെ ഗൈസ്, ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടോ അറിയില്ല, ഇത്രയും ഫുള്ള് സൂട്ടാണ്. അപ്പം ഇതിൽ അനക്ക് പറ്റിയ ഒന്നുമില്ല. ഒരു സൂട്ട് പോലും അനക്ക് പറ്റിയില്ല. മൂന്നാമത്തെ പ്രാവശ്യം ഒന്നുപോലും ഒന്നിക്ക് മാച്ചാവും, അല്ലെങ്കിൽ സൈസില്ല, അല്ലെങ്കിൽ കളറില്ല, എന്തെങ്കിലും ആയിട്ട് അവസാനം ഒന്നെടുത്ത് അതിനിപ്പോൾ നാളെ ഇട്ടിട്ട് കാണിച്ചാൽ നിങ്ങൾക്ക്. ഇടിപ്പോൾ സമയവും 8 മണിയായി. 6 മണിക്ക് എന്തോ വന്നേ. വീടിനൊന്ന് തീർത്തിട്ടൊന്ന് പോട്ടെ, കുറേ പണിയുണ്ട്. അപ്പോൾ ബാക്കി വീടിന് ഇറങ്ങിയിട്ട് എന്താ അവസ്ഥ നോക്കാം. ഗായ്സ്, ഇതെന്താ ഇങ്ങനെ കുറേ ഉണ്ട് ഗായ്സ്. ഇതാ പർച്ചേസെല്ലാം കഴിഞ്ഞ് ഇത്രയും സാധനം നവീൻ്റെ മുഖം കാണിക്കണ്ട അതുകൊണ്ട് കാണിക്കും. അപ്പോൾ ഇത്രയും സാധനം. അപ്പോൾ നമ്മളെ ഗ്രാജുവേഷൻ സെറ്റ് അത്രയേ ഉള്ളൂ. പോവാ, ബൈ ഗായ്സ്. എല്ലാം കഴിഞ്ഞ് റൂമിലെത്തുമ്പോൾ സമയത്ത് 12 മണിയായി. ഇനി നിങ്ങൾ ഹോം ടൂർ കണ്ട റൂമെന്നല്ലേ ഇപ്പോൾ ഞാൻ കാണിച്ചുതരാം. ഇത് ഫുള്ള് വൃത്തിയാക്കി കുറച്ച് വാഷ് ചെയ്യാനുണ്ട്. അതും വാഷ് ചെയ്ത് 2:30 ആകുമ്പോഴത്തേക്ക് നമുക്കൊരു പണി. 2:30 വരെ സമയമില്ല. അതിൻ്റെ ഉള്ളിൽ ഫുള്ള് ക്ലീൻ ചെയ്ത് എല്ലാം വാഷ് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്തിട്ട് വേണം. 2:30 ആകുമ്പോഴത്തേക്ക് എല്ലാം സെറ്റ് ചെയ്യണം. റൂം ഫുള്ള് ക്ലീൻ ചെയ്യണം. അപ്പോൾ ചെറിയ ടാസ്കൊന്നുമല്ല. രാത്രി ഇപ്പോൾ അതായത് നാളെ ഉച്ചയ്ക്ക് ഗ്രാജുവേഷൻ. സൂട്ട് എടുത്തിട്ട് വന്നത് രാത്രി 12 മണിക്ക്. സൂട്ട് കഴിഞ്ഞാൽ നാളെ ആളിട്ട് കാണിച്ചതാണ്. ഓക്കെ, അപ്പോൾ വേറെ കുറേ കാര്യങ്ങളുണ്ട്. ഇനിയിപ്പോൾ നമ്മളെ ക്ലീനിങ് എന്തായാലും നടക്കട്ടെ. അപ്പോൾ ഞാൻ റൂമിൻ്റെ അവസ്ഥ കാണിച്ചുതരാം. നിലവിൽ ഇതാണ് അവസ്ഥ. ഫുള്ള് ബെഡെല്ലാം മാറ്റിയിട്ട് അപ്പുറം ഇപ്പുറം അലമ്പ്. അതിൻ്റെ ഉള്ളിൽ ഫുള്ള് വാർഡ്രോബിൽ അലക്കുണ്ട്. അവസ്ഥ ഇതൊക്കെയാണ് നിലവിലെ അവസ്ഥ. ഇതെല്ലാം ഒന്ന് ക്ലീനാക്കട്ടെ. ക്ലീനാക്കി വാഷെല്ലാം ചെയ്ത് നല്ല പണിയെല്ലാം തീർത്തിട്ട് വരാം. ഓക്കെ, എന്നിട്ട് നമുക്ക് അടുത്ത പരിപാടി എന്താ പറയുക ബ്ലൂം. ഹായ് പറയാ ഗൈസ്. അപ്പോൾ റൂമെല്ലാം വൃത്തിയാക്കി ഫുള്ള് ക്ലീൻ ചെയ്ത് കണ്ടിട്ടുണ്ടോ അല്ലേ. സിദ്ധു ഇല്ലോട്ട് എന്താ പറയുക ഫുള്ള് വൃത്തിയാക്കി കഴിഞ്ഞ്. അടുത്ത നമ്മളെ പെരുമ്പാടെ പോകുന്ന വെച്ചാൽ നമ്മളൊരു മെയിൻ ആള്, നമ്മളെ 1/2 മണിക്കൂറോട്ട് എയർപോർട്ടിൽ എത്തിച്ച ആളിതാ ഈസ് ബാക്ക്. അബീത്തേട്ട നമ്മളെ എയർപോർട്ട് ട്രിപ്പ് ഉണ്ടോ? അബീത്തുണ്ട്. എയർപോർട്ട് ട്രിപ്പില്ല ആള്. അബീത്തില്ലാണ്ട് ഒരു എയർപോർട്ട് ട്രിപ്പില്ല പറയുന്നത്. അപ്പം എയർപോർട്ടിൽ ഒരാളെ പിക്ക് ചെയ്യാൻ പോകാം. ഒരാൾ വരുന്നുണ്ട്. ഏടുന്ന് പറയാം ആള് പറയല്ലേ, ആളാണ് അങ്ങ് ദുബായിന്ന് വരുന്നുണ്ട്. അപ്പൊ ആളം എടുക്കാൻ പോകാം. അപ്പൊ കാക്കുവേണ്ടി ബൊക്കെ ആക്കിയിട്ടുണ്ട് നമ്മള്. അപ്പൊ ഓൾറെഡി നമ്മൾ ലേറ്റായി. 2:30 ഇറങ്ങാൻ പറഞ്ഞാണ്. എൻ്റെ സമയം മൂലം കാരണം ഇല്ലായ്മ കാരണം 3:30 ആയിപ്പോയി. ആണെന്ന് അറിയില്ല, സമയം 3:30 ആയി. അപ്പോൾ ഓൾറെഡി ലാൻഡായി. നമുക്ക് സമയമില്ല. അബീത്ത് ഇന്നും 1/2 മണിക്കൂറിനുള്ളിൽ എത്തിക്കാം. അബീത്ത അത്രേ ഉള്ളൂ. നമുക്ക് എയർപോർട്ടിൽ പോയി
ഇന്റർനാഷണൽ എയർപോർട്ട്. അപ്പം ആൾ ഓൾറെഡി എത്തി, ലഗേജൊക്കെ എടുത്ത് നമ്മളെ വെയിറ്റ് ചെയ്താ. സാധാരണ അങ്ങോട്ട് പോയിട്ട് നമ്മ വെയിറ്റ് ചെയ്യട്ടെ, ഇത് കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ഓരോ വെയിറ്റ് ചെയ്താ. അപ്പം അതെല്ലാം അത്രേ ഉള്ളൂ, അരമണിക്കൂറിന്റെ മുകളിൽ എടുത്തിട്ട് അത്രേ ഉള്ളൂ. അതെല്ലാം നമ്മൾ അത്ര അബീത്തേട്ടൻ്റെ കഴിവ്. പിന്നെ എന്താ വെച്ചാല് ഗ്രാജുവേഷന് ദുബൈയിൽ ഇറക്കിയ ആള്, അതല്ല വേറൊരു കാര്യം. വലിയ പിന്നെ പക്ഷെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നാളെ ഒരു കാര്യമുണ്ട് രാവിലെ, അത് നാളെ രാവിലെ കാണിച്ചു. പിന്നെ വെച്ചാല് നമ്മ ലൈഫില് എൻ്റെ ഒരു പേഴ്സണൽ തിങ് പറയാം. ലൈഫിൽ ഞാൻ വളരെ കുറച്ചൊക്കെ ലൈക്ക് അത്രയും ഫേവറേറ്റ് ആക്കി ഞാൻ ഫ്ലവേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതായത് ബൊക്കെ ഫ്ലവറോ വാട്ടെവർ ഇറ്റ് ഈസ് അങ്ങനെ കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പം എന്താ പറയാ, കുറച്ചാക്കി. അത് അങ്ങനെ കൊടുത്തല്ല, അങ്ങനെ കൊടുത്തല്ല, ലൈക്ക് നമ്മളെ ഫേവറേറ്റ് ആൾക്കാരുണ്ടാവില്ല, അങ്ങനെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഈ ഒരു പേഴ്സൺ ഞാൻ എൻ്റെ ലൈഫിൽ ലൈക്ക് എന്താ പറയാ ആദ്യമായിട്ടാണ് ഒരു ഫ്ലവർ കൊടുക്കുന്നത്. ലൈക്ക് ഒരു ചെറിയ ഒരു ചെറിയൊരു ഫ്ലവർ ഇതൊരു വെൽക്കമിങ് ഇതായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ലൈഫിൽ തന്നെ ആദ്യമായിട്ട് കൊടുക്കുമ്പോൾ എനിക്കറിയില്ല ഇത് എങ്ങനെ ഉണ്ടാവും, എങ്ങനെ എടുക്കും, എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യും. പക്ഷേ നിങ്ങൾ ആരും ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുമോ വാട്ടെവർ ഇറ്റ് നിങ്ങൾ ഷെയർ ചെയ്യുക. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ അബീത്തായിട്ട് വീഡിയോ എടുത്തല്ലേ, അബീത്തല്ലാണ്ട് പിന്നെ ആര് അല്ല. അപ്പോൾ നമുക്ക് പോയി നോക്കാം, എന്താവും കൊടുത്തു നോക്കാം. ഇതെന്ത് ഇത് പ്രപ്പോസലിന്റെ അല്ല ഇവിടെ ട്രാഫിക്കായി. ഇപ്പൊ ഇത് കഴിഞ്ഞ എത്ര ഉണ്ട് അബീത്ത? 2:30 അടിയെന്നാ പറഞ്ഞേ. അപ്പം നമ്മളിപ്പോ എത്തും, നടത്തട്ടെ. കഴിഞ്ഞ വീഡിയോയില് പറഞ്ഞ ഇതെല്ലാം നമ്മളെ തന്നെ കണ്ടാ, ഇതെല്ലാം നമ്മളെ തന്നെ. ഇത് കാണുന്നില്ലടാ, ഇത് തുറന്നു വെച്ചുള്ള അത് പോയാ. ഇതെല്ലാം നമ്മളെ തന്നെ. കഴിഞ്ഞ വീഡിയോയിലൊരു പ്രത്യേക വ്യക്തി കമന്റ് ഇട്ടേ, ആരിത് പറയുന്നില്ല. ഇതെല്ലാം നമ്മളെ തന്നെ. നമ്മള് ഇന്നലെ ഗ്രാജുവേറ്റ് ആയിട്ട് ഇറങ്ങും, വീടൊക്കെ കയറും. ഞാൻ അത്രേ ഉള്ളൂ. ഇതെല്ലാം നമ്മളെ തന്നെ. എയർപോർട്ട്, ഏവിയേഷൻ, ഖത്തർ എയർവേസ്. വെൽക്കം ടു ഖത്തർ എയർവേസ്. നമ്മളെ വിഷ്ണുവിനെ വിളിച്ചു നോക്കി. വിഷ്ണുവിന് എന്താ റാമ്പിലാത്ത ഇല്ല, അവനെ കാണാൻ നമുക്ക് മണി കാണാം. വിഷ്ണു താങ്കൾ എവിടെ പോയി? ഫോൺ എടുക്കൂ. നമ്മൾ ഇതാ എത്തി ഇതാ ഇപ്പെത്തും നമ്മൾ കാണിച്ചു തരാം. ബാംഗ്ലൂർ എയർപോർട്ട് ഇന്റർനാഷണൽ, ബാംഗ്ലൂർ എയർപോർട്ട് അല്ല, ബാംഗ്ലൂർ എയർപോർട്ട് എന്ന് പറയാൻ പാടില്ല, കെമ്പക്കൂട ഇന്റർനാഷണൽ എയർപോർട്ട് നമ്മൾ ഇപ്പോൾ എത്തി. This was the one of the best in India, I think so. Yeah, this was the one of the best. അപ്പം പോവാ. അത് നമുക്ക് ഇല്ല തരാം പറ്റിയലിപ്പോ അറിഞ്ഞു കെട്ടി പോകും. അപ്പൊ നമ്മള് ഖത്തർ എയർവേസ് അപ്പൊ വയ്യ പറഞ്ഞ ഗ്രാജുവേഷന് വിഷ്ണു അമ്മേ കപ്പല് 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 ഇതിപ്പോ എവിടെയോ ആരല്ലിപ്പോ നമ്മള് നമ്മളെ വണ്ടി ഉന്തോ, അവരെ വണ്ടി വലിയ വണ്ടി കപ്പല് കപ്പല് നമ്മളെ വണ്ടി അവിടെ ഉണ്ട്. അല്ലല്ല ഇത് ആടില്ല, നമ്മളെ ലക്ഷറുള്ള ഇപ്പൊ ഗൈസ് ആളെത്തിയിട്ടുണ്ട്. സാധനം വെക്കട്ടെ. താങ്ക് യു അബീത്തേട്ടാ, താങ്ക് യു ഫോർ ദ പ്ലഷർ. സന്തോഷം മാത്രം, എല്ലാവർക്കും സന്തോഷം. അത് വന്നിട്ട് നമുക്ക് സ്പെഷ്യൽ വന്നിട്ട് കാര്യമായിട്ട് കാണാം ഗൈസ്. അങ്ങനെ നമ്മുടെ ഫ്ലവറെല്ലാം കൊടുത്ത് പാലക്കൂട്ടി
ആയിട്ട് വന്ന്. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ എന്താ ഇപ്പോൾ റൂമിലെത്തി, റൂം കയറി വാഷ്റൂം ഫ്രഷ് ആകുന്നുണ്ട്. അപ്പോൾ ലൈക്ക് എനിക്കൊരു ഗിഫ്റ്റ് കിട്ടി. ഇതാണ് സാധനം. നമുക്ക് തുറക്കാം. Casio is like one of the best. നമുക്കൊരു ചെറിയൊരു വാച്ച് കളക്ഷൻ, അതിലേക്ക് കാഷ്യോൻ്റെ ഒരു പോട്ട്സും കൂടി ആഡ് ചെയ്തു. അപ്പം ബാക്കിന് കുറച്ച് പരിപാടികളുണ്ട്. എന്താ പറയുക, ഈ ഗിഫ്റ്റിനൊരു പ്രത്യേക ഒരു ഫീലാണ്. ഇങ്ങനെയൊക്കെയാണ് ബാംഗ്ലൂരത്തെ ഒരു അടിപൊളി സൺറൈസ് കാണിച്ചുതരാം. ഇത് ആർത്തിയുടെ ഡ്രസ്സാട്ടാ. ബാക്കിൽ റൂം ഇത് കാണണ്ടോ അറിയില്ല, നിൽക്കട്ടെ. സമയം രാവിലെ 6 മണിയായി. ഇതുവരെ ഉറങ്ങിയില്ല. നിങ്ങളിതിനെ കണ്ടിന്യൂറ്റി കാണുന്നുണ്ടാവുമല്ലോ. ഇനിയിപ്പോൾ അടുത്തൊരു കാര്യം കൂടി കഴിഞ്ഞാൽ ഉറക്കത്തിൻ്റെ കാര്യം 2 മണിക്കൂർ ഉറങ്ങാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. 8 മണി വരെ ഉറങ്ങാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പം ദിസ് ഈസ് ദ വൺ ഓഫ് ദ വാല്യുബിൾ ഗിഫ്റ്റ് ഇൻ മൈ ലൈഫ്. കാഷ്യോ. ഇത് വയ്യ, ഇത് ഇടുമ്പോൾ ഇതിൻ്റെ വീഡിയോ ആഡ് ചെയ്യാം. ഈ ഡ്രസ്സെല്ലാം കണ്ട, ഇതെല്ലാം കഷ്ടപ്പെട്ട് അലക്കിയിട്ട രാത്രി. ഇതല്ലോ ഞാൻ ഒരു ഫാക്റ്റ് പറഞ്ഞുതരാം. ബാംഗ്ലൂർ മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ് ആയിരിക്കും റൂം ക്ലീൻ ചെയ്യുന്നുണ്ടെങ്കിൽ ലൈക്ക് വൃത്തിയാക്കി എല്ലാം റെഡിയാക്കി വാഷ് ചെയ്തൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ അതിൽ ഒറ്റ കാരണമേ ഉണ്ടാവും. മോസ്റ്റ് ഓഫ് ദ ഫാമിലി വരുന്നുണ്ട്, ആ ഒറ്റ കാരണം കൊണ്ട് വൃത്തിയാക്കി വെക്കാം. എൻ്റെ കണ്ണെല്ലാം നോക്കറ റെഡ് ശൈലേക്ക്. അപ്പോൾ ആ ഒറ്റ കാരണമായിരിക്കും മിക്ക സ്റ്റുഡൻസിൻ്റെയും ബാച്ചിലേഴ്സിൻ്റെ റൂം വൃത്തിയായി കാണല്ലേ. അന്ന് ആസ് യൂഷ്വൽ ഞാനും ചെയ്തു, വൃത്തിയാക്കി വെച്ചു. നിങ്ങൾ ഓൾറെഡി കണ്ടല്ലേ. അപ്പോൾ ഞാൻ ഒന്ന് പോയി കുറച്ച് കിടക്കട്ടെ, പോയിട്ട് വരാം. ബൈ ഗൈസ്, ഗുഡ് മോർണിംഗ്. 9:15 എണീച്ച് 9:15 പോയി 2 പാക്കറ്റ് പാല് വാങ്ങിയിട്ട് പോയിട്ട്, പാലും ബ്രഷെല്ലാം ഓക്കെ. കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പർച്ചേസ്, അത് വാങ്ങിയിട്ട് വരാം. അവരെത്തി. ഗ്രാജുവേഷന് ബസ്സിലാണ് ഇറക്കിയിട്ടുണ്ട്. അവരെത്തി. അവർ താഴേക്ക് വാ, താഴേക്ക് വാ. ഇങ്ങോട്ടേക്കോ. ഗ്രാജുവേഷന് ബസ്സിൽ ആളിറക്കിയിട്ടുണ്ട് നാട്ടിൽ നിന്ന്. ഹായ് ഗൈസ്, വെൽക്കം ടു ബാംഗ്ലൂരു. എവിടെ എത്തിയല്ലേ? നമ്മളെ ഡ്രൈവർ മുംബൈ പോയിട്ട് വന്ന്, മുംബൈയിലെല്ലാം എത്തിയിട്ട് വന്നല്ലേ. ഉള്ളു കറക്കിയ. അയ്യോ, ഹായ് സുലൈക്ക. വലൈക്കും സലാം. അയ്യോ, ഞങ്ങളെ മാപ്പിളാത്തിക്ക് വരുന്നു. അസിലെ പാടത്തെ എവിടെയോ എത്തിയിട്ട് വന്നല്ലേ നിങ്ങള്? ഹായ് പറയാ. അവസാനം ഉറങ്ങിയിട്ടല്ലോ ലാസ്റ്റ് എടുക്കാം. വാ വാ. വെൽക്കം ടു ബംഗളൂരു. തന്റെ പോലെ ഉറങ്ങിപ്പോയി. കുറച്ചാൾ കൂടെ ഇറങ്ങട്ടെ. മിറാസ് ബാംഗ്ലൂരെത്തി. എന്താ ബാംഗ്ലൂർ വിശേഷം? എങ്ങടെയോ പോയിട്ട് മുംബൈയിലെത്തിയിട്ടെന്ന് പറഞ്ഞ്
ഫുള്ള് കഴിഞ്ഞിട്ട് എവിടെ എത്തിച്ച് എല്ലാവരും റൂമിലേക്ക് എത്തി. എല്ലാവരും കാണിച്ചതാ. ഇതെന്താ പണിയെടുക്കുന്നേ? അപ്പറിപ്പറല്ല ഫാമിലി ഇല്ലതാണ്. സഹകരിക്കുക. അടുത്തിയേ അടുത്തി ബാംഗ്ലൂർ എത്തിയാ? എല്ലാരും കുറച്ച് ഇരടോ. എല്ലാരും കോൺട്രിബ്യൂഷൻ കപ്പ കുറച്ച് കപ്പയിട് അത് കുറച്ച് കപ്പ കുറച്ചിട് പോത്തുണ്ടാണെങ്കിലും അതെന്നാറി കൊറേ ചിക്കൻ ആയല്ലതാ. പോത്തുണ്ടാ ഇതായിരുന്നു. മതി പോത്തുണ്ടാ ആറിന് കോൺട്രിബ്യൂഷനാ. ശരിക്കാ പോത്ത് നാട്ടിലെ ഫുഡ് ബീഫ് ചിക്കൻ ഗൈസ്. 22 ആൾക്കാരാണ് ഗ്രാജുവേഷൻ്റെ. ടെമ്പോലെ ആളിറക്കിയ ടെമ്പോല് ഇതാളൊക്കെ വണ്ടിയില്. ഇപ്പോൾ അതിൻ്റെ റൂം ബാക്കില് എല്ലാവരും രാവിലെ എടുത്ത് ഫുഡ് കഴിച്ച് നിങ്ങൾ കണ്ടായിരിക്കൂലേ. എല്ലാവരും ഫുഡ് കഴിച്ച് ഇനി ഓരോ റൂമിൻ്റെ ചെക്കിനായി ഓരോ റൂമിൽ ഡ്രോപ്പ് ചെയ്യണം. എടുത്തിട്ട് വരാം. അപ്പോൾ ഒരു ഫാമിലിനെ മൊത്തം നമുക്ക് എന്താക്കാം ഡ്രോപ്പ് ചെയ്തിടാം. എൻ്റെ ഫാമിലി തന്നെ എല്ലാവരും അവിടെ പോയിട്ട് എടുക്കാം. പോയിട്ട് വരും. ഇല്ല ഗൈസ്, സമയം 1 മണി. ഉച്ചക്ക് 2:30 ഗ്രാജുവേഷൻ. എല്ലാവരെയും റൂമിലെല്ലാം ആക്കി. ലൈക്ക് എല്ലാവർക്കും റൂം എടുക്കലല്ല പണി, അത് സോർട്ട് ഔട്ട് ചെയ്ത് കൊടുത്ത്. അല്ലാ എനിക്ക് വയ്യ. ഞാൻ എൻ്റെ കണ്ണ് നോക്കുക, എൻ്റെ കോല നോക്കുക. എല്ലാവരും വിളിക്കുമ്പോൾ പുട്ടിയിടുന്നത് വൈക്കപ്പ് ചെയ്യുന്ന ഫേഷ്യൽ ചെയ്ത് ഞാൻ ഇവിടെ വണ്ടിയെടുത്ത് കളിക്കുന്നത്. പക്ഷേ ഐ എം വെരി ഹാപ്പി വിത്ത് ദിസ്. ലൈക്ക് കുറേ ആൾക്കാർ ഫാമിലി വരാത്ത ആൾക്കാരുണ്ട്, നാട്ടിലുണ്ടായിട്ടും പേരൻസ് വരാത്ത ആൾക്കാരുണ്ട്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഇത്രയോ എന്താ പറയുക, എനിക്കറിയില്ല ഇങ്ങനത്തെ ഒരു ഗ്രാജുവേഷൻ ആയിരിക്കും കിട്ടിയിരുന്നു. പക്ഷേ സന്തോഷം. കുറച്ച് കഷ്ടപ്പെട്ട് തന്നാ നമ്മളെ ഫാമിലിക്ക് വേണ്ടിയിട്ടല്ലേ. ഒരു 2 ദിവസത്തേക്കല്ലേ, അവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ എന്താക്കണം, ഇന്ന് വെള്ളിയാഴ്ച, അത് എന്താ വെച്ചാൽ ഇനിയിപ്പം കുറച്ചൊന്ന് ഗ്രൂം ചെയ്യണമെന്ന് വിചാരിക്കും. അപ്പോൾ അതൊന്ന് തീർത്തിട്ട് പോകണം. അത് പോയിട്ട് വന്നിട്ട് ഫ്രഷ് ആവണം, പള്ളിയിൽ പോകണം. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഫാമിലീനെല്ലാം അവിടെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് വെക്കാൻ എന്ത് ചെയ്ത് അറേഞ്ച് ചെയ്തിട്ട് ഞാൻ ആകട്ടെ ഏടാ വൈകിട്ട് സംസാരിക്കുക. അതെല്ലാം അറേഞ്ച് ചെയ്തിട്ട് എല്ലാവർക്കും കോളേജിൽ കയറ്റണം. അപ്പോൾ എനിക്കറിയില്ല എന്താവും എങ്ങനെയാവും എൻ്റെ ഗ്രാജുവേഷൻ ഒന്നും. പക്ഷേ നമുക്ക് നോക്കാം. ഇത്ര പേരെ എത്തിയില്ലേ, അത്ര പേരല്ലോ, നമുക്ക് നോക്കാം. അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും കണ്ടിന്യൂ ചെയ്ത് കാണാം. ബൈ. അതിൻ്റെ ഇടയ്ക്ക് ഗ്രൂം ചെയ്തിട്ട് പോന്നിട്ട് ഇല്ല ഇടയിട്ട് വേണല്ലോ. അതല്ല മറ്റേത് നിങ്ങൾ ഇടിട്ടോ.
നമ്മള് ട്രാവലറിൽ ആളിറക്കിയ കേരളത്തിൽ നിന്ന് അതിനെ കുറിച്ച് 2 വാക്ക് പറഞ്ഞില്ലേ? ഇങ്ങോട്ട് വാ. അതിനെ കുറിച്ച് 2 വാക്ക്. ഒന്നും പറയാനില്ല. ആകെ കോളേജിൽ നിന്നാ പറഞ്ഞത് 3 ആള്. എത്ര ആളാണത്? നമ്മള് 22. ഗ്രാജുവേഷനും അതിനോടൊപ്പം എൻഗേജ്മെന്റ് നടത്തുന്ന ഞാനാള് പിന്നാരി ഇതൊന്ന് റെഡി ആവട്ടെ. ഇതിന്റെയൊക്കെ കേറുന്നില്ല. കയ്യെവിടെ? ഇതിന്റെ ഒരു കയ്യെവിടെ? ഡോക്ടർ ഒന്ന് ഹൈ പറ. ഹൈ ഡോക്ടർ നല്ലി ഫ്രം കാലിക്കറ്റ്. മൾട്ടി LLB മൾട്ടി ഫണ്ടറാ. മൾട്ടി മില്യണയർ ഫണ്ടർ അങ്ങനല്ലേ? ഇതൊക്കെ നേരത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് തെറിച്ചാലോ? ഫൈനൽ ലുക്ക്. Let's go. Graduation day. ഗൈസ് എല്ലാം നമ്മളിതാ ബൊക്കെ എന്തിനാന്ന് ഇന്നും പറയാ. അതിപ്പില്ലേ, അത് വേറെ കളി, അത് ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ നമ്മുടെ പരിപാടി നമ്മൾ കോളേജിൽ പോവാ. അവിടെ പോയിട്ടാണ് മോനെ, അവിടെ പോയിട്ട് ലേഔട്ട് പോയിട്ട് നമുക്ക് കാണാം എന്താ കഥയെന്ന്. ഇപ്പൊ കാണിച്ചു തരാം കേട്ടാ. സോളമൻ വന്നടാ മക്കളെ. അതാ സാധനം. സോളമൻ വന്നടാ മക്കളെ. ഒരു ഇത്രയോ ചെറിയ ഗ്രാജുവേഷൻ ഫാമിലി. ഒരു ഗ്രാജുവേഷൻ ആൾക്കാരാ. നടന്നോ ആയേ വീഡിയോ എടുക്കണ്ടെങ്കിൽ നടന്നോ. ഗ്രാജുവേഷൻ സ്റ്റാർട്ട് ചെയ്ത് താങ്ക് യു. കണ്ടാളെ ഊക്കിയതാണല്ലോ, സത്യം പറയാണോ അറിയില്ല. അയ്യോ ഞാൻ കിട്ടുന്ന സോറി അയ്യോ. ഓക്കെ ഇനിപ്പുറത്തേ കിട്ടട്ടെ. താങ്ക് യു. അതാ ബാക്കില് 20 ആൾക്കാര് കണ്ടില്ലേ? വ്ളോഗാണ്. എൻ്റെ മുടി സീനാണ്. താങ്ക് യു ജീവ. ബൈ സാധനം ഇട്ട് പോലെ. എന്തായത് സാധനം? ഈ സാധനം വരുന്ന ബൈക്കിൽ കൂടിയാണ്. പോയി വിത്ത് എവിഡൻസ്. അങ്ങനെ കുടിഞ്ഞ അങ്ങനെ ഞാൻ എൻ്റെ 2 സാധനം ഉണ്ട്. അങ്ങനെ പിടിച്ചിട്ടാണേ. ചെറിയ ഏതോ ഇങ്ങനെ ചെറുങ്ങനെ തൊട്ടിയതാ. അങ്ങനെ പോയി മൊത്തം കിട്ടി. ഓ ടാസ്ക് ആ.
ഈ വീഡിയോ ആണോ? സോറി. ഓക്കെ Graduate studies. It is a day of pride, reflection, and celebration as we bid farewell to our graduating batch with love, gratitude, and ഒന്ന് ഉപ്പ് അതിനാരും എടുക്കണ്ട അതിലൊന്ന് ഉപ്പി കൂടെ കൊടുത്തിട്ട് കുഞ്ഞു കൊടുക്കട്ടെ കുഞ്ഞതാ കാട്ടാണ് മൂത്തമ്മരെ പോയി മൂത്തമ്മനെ നേരെ കണക്ക് കിട്ടോ എടാ ഓടി കൊടുക്കണ്ടോ ഞാൻ ഷുഗർ കട്ട ഗൈസ്, അപ്പം ഇതോടുകൂടി ഗ്രാജുവേഷനും പരിപാടിയെല്ലാം കഴിഞ്ഞ് നിങ്ങൾ കണ്ടിട്ടുണ്ടായി കഴിഞ്ഞ 2 ദിവസം ഇന്നും ഇന്നലെയും. ഇതൊക്കെ തന്നെ ഉണ്ടായ പരിപാടി. അതിൽ വെച്ചാൽ ഉപ്പ വന്ന് ദുബൈയിൽ നിന്ന് ഒരു വാച്ച് ഗിഫ്റ്റായിട്ട് കിട്ടി. അൺഫോർച്ചുനേറ്റ്ലി അതിൻ്റെ സൈസ് അല്ല, അത് കുറച്ച് ലൂസായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇട്ടില്ല. അത് ഭയങ്കര വിഷമമായി. നല്ല അങ്ങെത്തിച്ചത്തൻ്റെ സോറി. അപ്പോൾ ഇന്ന് കുറേ ആളെ കണ്ടില്ല, കുറേ ആളോട് സംസാരിച്ച് എന്തെല്ലോ സംഭവിച്ച്. നാട്ടിൽ നിന്ന് ഒരു 10-20 ആൾക്കാർ എൻ്റെ ഫാമിലി, എൻ്റെ സ്വന്തം ഫാമിലി വന്ന്. അതിൽ വരാത്ത കുറേ ആളുണ്ട്, അവരെ ഭയങ്കരമായിട്ട് മിസ് ചെയ്ത്. കുറേ കസിൻസ് ഉണ്ട്. പിന്നെ പരിപാടി നിങ്ങൾ കാണുന്നതൊക്കെ അവർ ഒക്കെ നിനക്ക് സ്വീറ്റ്സ് തന്ന് എല്ലാവരും ഉണ്ടായി കൂടെ. എന്താ പറയുക, കഴിഞ്ഞ് കോളേജ് ജീവിതം ഇതോടുകൂടി ഓൾമോസ്റ്റ് അവസാനിച്ചു എന്ന് പറയാം. ഇനി ഒരു എക്സാം ഉണ്ട്, അത് കഴിഞ്ഞാൽ ബാംഗ്ലൂർ ഇവിടുന്ന് പണിക്ക് പോകണം, വേറൊരു ജീവിതം. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെ എന്താ പറയുക, അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ സംഭവിച്ച് അപ്പം എല്ലാവരും ഇത്രയും ഇരുന്ന് കാണുമെന്ന് വിചാരിക്കുന്നു. ഇതാണ് ഗ്രാജുവേഷൻ. പിന്നെ ബാംഗ്ലൂരിനെ കുറിച്ച് പറയാൻ കുറേ കഥയുണ്ട്. അത് ഈ ഫോൺ ബാംഗ്ലൂരിനെ കുറിച്ച് പറയാൻ കുറേ കഥയുണ്ട്. അത് നമുക്ക് വേറെ വീഡിയോ എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഇതോടെ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ബൈ. ഇത്ര ഇരുന്ന് കണ്ടവർക്ക് ഹാറ്റ്സ് ഓഫ്, താങ്ക് യു. 1 മിനിറ്റ്. അപ്പോൾ കൂടെ നിന്നവർക്കും ഇതിന് സഹായിച്ചവർക്കും എല്ലാവരോടും താങ്ക് യു, ഹാറ്റ്സ് ഓഫ്. അപ്പം നമുക്കിവിടെ നിർത്തത് അല്ലാണ്ട് ഇത് എന്താക്കാറ് ബൈ. ഓരോ കസിൻസിൻ്റെ എല്ലാം കൂട്ടി അറിയുകയാണെങ്കിൽ പോകണം. ഇപ്പം ഇന്ന് രാത്രി ഞാൻ അതുണ്ട് അത്രേ, അത് കഴിഞ്ഞിട്ട് വന്നിട്ടൊന്ന് കിടക്കണം. നാളെ വൈകുന്നേരം അവർ റിട്ടേൺ പോകും. അപ്പം ബാംഗ്ലൂർ ഒന്ന് കാണിക്കണം. നാളെ അവിടെ പറഞ്ഞയക്കണം. മറ്റന്നാൾ സൺഡേ ഇൻഷാ അല്ലാഹ്.
സമാധാനത്തിൽ കിടന്നു. അത്രയേ ഇപ്പം ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ നിലവിൽ. അപ്പോൾ ബിഗ് താങ്ക്സ് ഓൾ. ബൈ ബൈ. താങ്ക് യു. ബൈ ബൈ. സി യു. നിങ്ങളെന്താ വെച്ചാൽ വാട്ട് എവർ ഇറ്റ് ഈസ് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്.